അപ്പോൾ മച്ചന്മാരെ എല്ലാവർക്കും വണ്ടിപ്പണിക്കാരൻ്റെ പുത്തൻ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വാതിരാജാണ്. അപ്പോൾ മച്ചന്മാരെ ഇന്ന് നമ്മൾ അടുത്ത ട്രിപ്പുമായിട്ട് വന്നതാണ്. അപ്പോൾ ട്രിപ്പിന് പോകുന്ന ചെക്കൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മാന്ത്രികനാണ്. എൻ്റെ കൂടെ ഉള്ളത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാച്ചുമോനുണ്ട്, പിന്നെ നമ്മുടെ ഉണ്ണിച്ചേട്ടനുണ്ട്. ഉണ്ണിച്ചേട്ടൻ ഞങ്ങൾ പരിചയപ്പെട്ടിട്ടില്ല, ഉണ്ണിച്ചേട്ടനെ കാണിച്ചു തരാം. അപ്പോൾ ചാച്ചു നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? ആദ്യം നമ്മൾ പഴനി ട്രിപ്പാണ്, പക്ഷേ വ്യത്യസ്തമായിട്ട് ഇപ്രാവശ്യം നമ്മൾ സേലത്തൊരു അമ്പലത്തിൽ പോകുന്നു. സേലത്ത് അത് നമ്മുടെ വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പം നമ്മൾ സ്ഥിരം എന്ന് പറഞ്ഞാൽ പളനി മാത്രമാണ് വരുന്നത്. അപ്പോൾ പളനി കൂടാതെ നമ്മൾ സേലത്ത് ഒരു അമ്പലത്തിൽ പുതിയതായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ പളനി നമ്മുടെ ഫസ്റ്റ് സീസൺ അല്ലേ? സീസണിൽ ഫസ്റ്റ് പളനിയാണ് കേട്ടോ. ഏറ്റവും വലിയ സ്ഥലമാണ് പളനി. അപ്പോൾ പളനിക്ക് ഫസ്റ്റ് വണ്ടി നമ്മുടെ ഏരിയയിൽ നിന്ന് നമ്മുടെ മാതൃകഞ്ചക്കം പോവാണ്. ആ ഗ്ലാസ് നേരായിട്ട്. അപ്പോൾ അതേ നമ്മുടെ ഉണ്ണിച്ചേട്ടനാണ് ഇപ്പോൾ വണ്ടി ഓടിക്കുന്നത്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്നലെ നമ്മൾ വയനാട്ടിൽ നിന്ന് ഓടി വന്നു. കഴിഞ്ഞ ദിവസം നിങ്ങൾ വീഡിയോ കണ്ടായിരുന്നല്ലോ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വയനാട് ഊട്ടി ഓടി വന്നിട്ട് നമ്മൾ രാവിലെ വണ്ടി മൊത്തം സർവീസ് ചെയ്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത്. ഞങ്ങൾ രണ്ടുപേരും ഉറക്കക്ഷീണം ഉള്ളതിനാൽ നമ്മൾ വേറൊരു ഡ്രൈവർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉണ്ണിച്ചേട്ടനെയാണ് നമ്മൾ വിളിച്ചേക്കുന്നത്. അല്ലേ എന്നാ നമ്മൾ വയനാട് ഓടി വന്നില്ല കഴിഞ്ഞ ദിവസം ക്ഷീണം. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും റെസ്റ്റിലായിട്ട് നമ്മൾ പുതിയ ഡ്രൈവർ പറഞ്ഞ് നമ്മുടെ ഒരു അണ്ണനെ നമ്മൾ വിളിച്ച് നമ്മൾ വണ്ടിയിൽ ഓടുകയാണ്. അപ്പോൾ നമ്മുടെ ചെക്കനെ കൊണ്ട് നമ്മൾ ഫസ്റ്റ് പളനി നമ്മൾ എവിടെ നിന്നാണ് പോകുന്നത്? സ്ഥലം പുല്ലുകുളങ്ങര കായംകുളം പുല്ലുകുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന്, കായംകുളത്തുള്ള പുല്ലുകുളങ്ങര എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഫസ്റ്റ് നമ്മൾ ട്രിപ്പ് പോകുന്നത് കേട്ടോ. പളനി നമ്മുടെ ചെക്കൻ്റെ ആദ്യത്തെ പളനി കേട്ടോ. നമ്മുടെ കൈ വന്നിട്ട് നമ്മുടെ കൈ വന്നിട്ടല്ല ഒരെണ്ണം പോയായിരുന്നു കേട്ടോ. ഒരെണ്ണം പോയിരുന്നു. എൻ്റെ കയ്യിൽ വന്നിട്ട് നമ്മൾ ഫസ്റ്റ് പളനി ഞാനും ചാച്ചു കൂടെ ഓടാൻ പോവാം കേട്ടോ. ഞാനും ചാച്ചു നമ്മുടെ ഉണ്ണിയണ്ണൻ കേട്ടോ. ഉണ്ണിയണ്ണോട് ഓടാൻ പോവാണ്. അപ്പോൾ എടുക്കുക വണ്ടി അപ്പോൾ പവറായിട്ട് പോയിട്ട് വരാം. നിങ്ങളെല്ലാവരും അനുഗ്രഹം ഉണ്ടായിരിക്കണം. ബാക്കി വിശേഷങ്ങൾ വശം ലൈനിൽ അങ്ങോട്ട് കാണാം. അപ്പോൾ ഇതേ വശം നമ്മളാണെങ്കിൽ ഇന്നലെ രാത്രിയിൽ അവിടെ നിന്ന് എടുത്തിട്ട് ഞങ്ങൾ രണ്ടുപേരും ഞാനും ചാച്ചുവും കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ. ഉണ്ണിച്ചേട്ടനാണ് ഇന്നലെ രാത്രി മൊത്തം വണ്ടി ഓടിച്ചത്. ഞങ്ങൾക്ക് തീരെ വയ്യായിരുന്നു. അങ്ങനെ നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ വന്നു. അമ്പലത്തിൽ പോയി തൊഴുതിട്ട് ഞങ്ങൾ തിരിച്ച് വണ്ടി എടുക്കാനായിട്ട് പോകുന്നു. ഇന്ന് ഒരുപാട് കല്യാണങ്ങൾ നടക്കുന്നുണ്ട് ഇവിടെ. ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. രാവിലത്തെ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫ്രഷൊക്കെ ആയി നേരെ അമ്പലത്തിൽ വന്ന് തൊഴുതിട്ട് ഇനി നേരെ നമ്മൾ വണ്ടി എടുത്തോണ്ട് എങ്ങോട്ടാ വന്നാ? നമ്മളിനി സേലത്തിനാവും. സേലം അല്ലേ? സേലം മുത്തുമല എന്ന് പറഞ്ഞൊരു പുതിയൊരു അമ്പലത്തിൽ, പുതിയ അമ്പലമല്ല, നമ്മൾ മുരുകക്ഷേത്രം അതിലോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. 6.5 മണിക്കൂർ നമ്മുടെ ടീം ഇതുവരെ വന്നിട്ടില്ല കേട്ടോ. അമ്പലത്തിൽ പോയാലും വന്നിട്ടില്ല. ഇങ്ങനെ ദേ നമ്മളിപ്പോൾ വടക്കുംനാഥൻ്റെ മണ്ണിലെത്തിയിട്ടുണ്ട്. ദേ നമ്മുടെ വടക്കുംനാഥ ക്ഷേത്രം, അതുപോലെ തന്നെ ദേ പാറമേൽക്കാവ്. നമ്മുടെ ചെക്കനെ എഴുതിയിട്ട് നമുക്ക് അകത്തോട്ട് കയറ്റാൻ പറ്റത്തില്ല. ഇപ്പോൾ എന്താണെന്നറിയില്ല, നോ പാർക്കിംഗ് എഴുതി വെക്കുക. ഇവിടെ നമ്മുടെ ചെക്കൻ മാത്രമല്ല, ആ പുറയിലെല്ലാം വണ്ടി കിടപ്പുണ്ട്. അതുകൊണ്ട് പിന്നെ വലിയ സീൻ ഇല്ലായിരിക്കും അല്ലേ? കുഴപ്പമില്ല, നോക്കി ഇവിടെ നിന്നാ പ്രശ്നമാണ്. നെപ്പോളിയൻ എന്ത് അധികം ബേസൊക്കെ എടുത്ത് കേട്ടോ. ഈ കാശുണ്ടെന്ന് തോന്നുന്നു. വാ, ഞങ്ങൾ ഇതുവരെ ഒന്നും കഴിച്ചില്ല. ഒന്ന് കഴിക്കട്ടെ എന്തെങ്കിലും ഒന്ന്. എങ്ങോട്ട് വാ. അപ്പോൾ മച്ചാമാരെ നമ്മളിപ്പോൾ ഇവിടെ സെക്കൻഡ് ടോള് കഴിഞ്ഞു. അതായത് പാലക്കാട് കഴിഞ്ഞ് സെക്കൻഡ് ടോള് എവിടെ കാച്ചു? നമ്മൾ വാളയാർ എടുക്കാൻ പോകുന്നു. വാളയാർ എടുക്കാൻ പോകുന്ന നേരത്ത് നമ്മുടെ ഒരു കുഞ്ഞു സബ്സ്ക്രൈബറെ കണ്ടിട്ടോ. വേറെ ആരും അല്ല, അതേ മച്ചാനാണ്. പേര് പറഞ്ഞോടാ? ഫ്രാങ്ക്. ഫ്രാങ്ക് എന്ന് പേര്. നാട് കൂടല്ലൂർ, അതായത് തമിഴ്നാടാണ് നമ്മുടെ സബ്സ്ക്രൈബറിൻ്റെ വീട്. അപ്പോൾ ഇവിടെ എവിടെ പോകുമെന്നോ? മാരേജിന് വന്നത്. അതാന്ന് തോന്നുന്നു ഫ്രണ്ട് ഓടിയോ കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകണം. ഞങ്ങളെ ഇനി തമിഴ്നാടല്ല നമ്മുടെ സേലം കഴിയാൻ നേരത്തെ ഒരു മുരുകൻ്റെ ക്ഷേത്രമുണ്ട്, അവിടെ പോകണം. പിന്നെ അവിടെ നേരെ തമിഴ്നാട് പളനി. കണ്ടെത്തി വളരെ സന്തോഷമല്ലേ? ഓക്കെ പോകാൻ ചാച്ചു. അങ്ങനെ നമ്മളിപ്പോൾ വാളയാറായിട്ടുണ്ട്. നമ്മളൊരു ആര്യാസി ഫുഡ് കഴിക്കാൻ കയറി. ഇപ്പോൾ ആര്യാസി കയറി ഫുഡ് കഴിക്കുകയാണ്. വിളിച്ചേട്ടൻ ഇങ്ങനെ കഴിക്കുന്നത് പപ്പടം കണ്ടോ? നമ്മളിപ്പോൾ മുഴുവൻ വരെ എത്തിയിട്ടുണ്ട്. പോട്ടെ
അതിനുശേഷം ഞങ്ങൾ അങ്ങനെ സേലം കഴിഞ്ഞൊരു 40 കിലോമീറ്റർ ഉണ്ട് ഈ അമ്പലത്തിലേക്ക്. അവിടെ എത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള വിശേഷങ്ങൾ ഞങ്ങൾ അവിടെ ചെന്നിട്ട് പറയാം. ബാക്കി വിശേഷങ്ങൾ ലൈനിൽ കാണാൻ വെച്ചാൽ നമ്മൾ എത്താനാവുന്നത്. ചെയ്തിട്ട് ആ പ്രസാദം വരും അല്ലേ? പോട്ടെ 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 പോട്ടെ. പാർക്കിങ് അങ്ങോട്ടാ കേട്ടോ, വലത്തോട്ടാന്ന് തോന്നുന്നത്. സേലത്ത് 40 ഇടാൻ ഇല്ലില്ല. ഇറങ്ങല്ല ഇറങ്ങല്ല, പാർക്കിങ് ചെയ്യല്ലേ. പോട്ടെ 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 പോട്ടെ. പാർക്കിങ് പോരാ കേട്ടോ. പാർക്കിംഗ് ഗ്രൗണ്ട് തൊട്ട് റൈറ്റ് സൈഡിൽ തന്നെ കേട്ടോ, വലിയ പാർക്കിങ്ങാണ്. അങ്ങനെ വെച്ചാൽ നമ്മൾ വണ്ടി അവിടെ പാർക്കിംഗ് കൊണ്ടിട്ടിട്ട് നേരെ നമ്മൾ ഇവിടേക്ക് വന്നു കേട്ടോ. അത് ഇതാണ് ആ മുരുകൻ്റെ ഇത് കേട്ടോ. എനിക്കറിയാം കേട്ടോ. ഇതിനെ കുറിച്ച് 2 വാക്ക്. നമ്മൾ നേരത്തെ നമ്മൾ ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലൊക്കെ ഹെലികോപ്റ്റർ കൊണ്ടുവന്ന് പുഷ്പാർച്ചന നടത്തുന്ന കുറെ വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ട്. അന്ന് മുതലേ നമ്മൾ തിരയുന്നുണ്ട്. പക്ഷെ നമുക്ക് അവസരം ഒത്തു വന്നത് ഇപ്പോഴാണ്. തിരഞ്ഞു പിടിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ കാര്യം. ഉണ്ണിയാണ് നമുക്ക് അവസരം ഉണ്ടാക്കി തന്നത്. നമ്മളങ്ങനെ കടാക്ഷം കൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ലാതെ നമ്മൾ ഇവിടെ എത്തി. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏരിയന്ന് ഞങ്ങളുടെ അറിവിൽ നമ്മളാണ് ആദ്യം ഇവിടെ എത്തുന്നത് കേട്ടോ. നമ്മുടെ ഏരിയന്ന് നമ്മളാണ് ആദ്യം എത്തുന്നത്. അതായത് നമ്മുടെ സേലത്തൂന്ന് 40 കിലോമീറ്റർ. ഇനി ഇവിടോട്ട് വരേണ്ടവർക്ക് പ്രയോജനം. ഇവിടുന്ന് തിരിച്ച് പളനിക്ക് 235 കിലോമീറ്റർ. ചെന്നൈ റോഡിൽ റോഡ് സൈഡ് തന്നെ. കറക്റ്റ് ലെഫ്റ്റ് സൈഡ്. അതായത് അവിടുന്ന് വരാൻ നേരത്ത് സേലത്തൂന്ന് നമ്മൾ അവിടുന്ന് വണ്ടി വിട്ട് 40 കിലോമീറ്റർ കഴിയാൻ നേരത്ത് ലെഫ്റ്റ് സൈഡിൽ കാണും. ഒരു വലിയൊരു പാലമുണ്ട്. പാലം ഇറങ്ങി കഴിഞ്ഞ് മെയിൻ ലെഫ്റ്റ് കാണുന്ന ഫസ്റ്റ് ഇവിടെ ഒരു ആർച്ച് കാണാം. ചെറിയൊരു ആർച്ചാണ്. ആർച്ചിന്റെ അവിടെ ആ ഹൈവേ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ഈ വിഗ്രഹം കാണാൻ പറ്റും. അവിടെ നിന്നുകൊണ്ട് കാണാൻ പറ്റും. അപ്പം നേരെ ലെഫ്റ്റ് പിടിക്കുക. അവിടുന്ന് ഏകദേശം ഒരു 1 കിലോമീറ്റർ 200 മീറ്റർ ഉള്ളു അവിടുന്ന് ഇവിടെ വരുന്നത്. അവിടുന്ന് ഇവിടാണ് ബാക്കി പരിപാടി. ഇവിടെ മറ്റേ കാവടിയാട്ടത്തിന്റെ ഇതിന്റെ തൈപ്പൂയത്തിന്റെ പരിപാടിയായിരുന്നു കേട്ടോ. എന്തുമായിരിക്കും അന്നേരം ഇവിടെ വന്നത് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഇത് കണ്ട ലിഫ്റ്റ് വഴിയാണ് ഇവിടുത്തെ പൂജയൊക്കെ നടത്തുന്നത് അല്ലേ? അഭിഷേകം കാര്യങ്ങളൊക്കെ ആ ലിഫ്റ്റ് വഴി നടത്തുന്നത്. നേരത്തെ ഇവിടെ ഹെലികോപ്റ്റർ വന്ന് പുഷ്പാർച്ചന ചെയ്തായിരുന്നു. നമുക്ക് എന്തെങ്കിലും ചായ വല്ലതും കുടിക്കാം. ഇവിടെ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. ഇതേ മാസം വരെ നമ്മൾ ഇന്നലെ നൈറ്റ് ഇവിടെ വന്നായിരുന്നു. ഇതേ നമ്മുടെ ചെറുക്കനെ ഇവിടെ ഇട്ടേക്കുന്നത് കേട്ടോ. നമ്മുടെ ചാച്ചുവിന്റെ തുണിയൊക്കെ ഉണക്കാൻ ഇട്ടേക്കുന്നത്. ഇത് നമ്മുടെ SS ആണ് അല്ലേ? സിത്തനാഥൻ. ആ പാർക്കിങ്ങിലാട്ടോ നമ്മൾ കയറ്റിയേക്കുന്നത്. കയറ്റിന്ന് പറഞ്ഞാൽ ഇവിടെ ചെറിയൊരു വഴിയുണ്ട്. അതിലൊക്കെ കയറി വന്നതാണ്. ഭയങ്കര ബിസി കേട്ടോ. അപ്പം നമ്മൾ പളനിയിലുണ്ട്. അപ്പോൾ ഇന്ന് നൈറ്റ് നമ്മൾ വിട്ട് നേരെ കന്യാകുമാരിക്ക് പോവാണ്. രാവിലത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയത് കേട്ടോ. തൈപ്പൂയത്തിൻ്റെ പരിപാടി ഇവിടെ കേട്ടോ. കാവടി വയ്ക്കുന്നുണ്ടോ? കല്യാണം കാവടി കേട്ടോ. ഇതെല്ലാം കട്ടിയാണോ?
അങ്ങനത്തെ മറ്റന്മാര് നമ്മളിതേ ഇപ്പോൾ പടനയിൽ നിന്നും നമ്മൾ കന്യാകുമാരിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഏകദേശം ഒരു 39 കിലോമീറ്റർ സംതിങ് ബാക്കിയുണ്ട്. ഞാൻ ഇവിടെ സൈഡിൽ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ചാച്ചുതേ കിടക്കുന്നു, നമ്മുടെ കസ്റ്റമർ അങ്ങോട്ട് ഓടി അങ്ങോട്ട് എത്തുന്നില്ല, അങ്ങോട്ട് വലിഞ്ഞു നിൽക്കുക. കന്യാകുമാരി ഇറങ്ങി നമ്മൾ നേരെ എവിടെയാണെന്ന് അപ്പം സുജീന്ദ്ര അമ്പലം, ഹനുമാൻ ക്ഷേത്രം കേട്ടോ. സുജീന്ദ്ര അമ്പലം ആർച്ച് അമ്പലം അങ്ങോട്ടാട്ടോ. ഞങ്ങൾ പോയില്ല, ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് രാവിലെ ഒരു ലൈറ്റായിട്ടൊരു ചായ അടിക്കാൻ വന്നു കേട്ടോ. ഇവിടുത്തെ ചായയും പിന്നെ ഒരു വടയും അല്ലേ, വട. ഉണ്ണിച്ചേട്ടനാണെങ്കിൽ സമൂസയും കഴിച്ചു. സമൂസ കഴിക്കുന്നതാണ്. അപ്പം ഇന്ന് നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവാണ്. അപ്പം ഇനി എവിടെ അമ്പലമുള്ള നമുക്ക്? മണ്ടക്കാട് എല്ലാം ഉണ്ടോ? ആഴിമല പത്മനാഭ ക്ഷേത്രം ഇത്ര ഉണ്ടല്ലോ ഇനി. ഇത്ര അമ്പലം കയറാണ്ട് ഈ പറഞ്ഞ അമ്പലത്തിലെല്ലാം കയറിയിട്ട് വേണം ഇനി നാട്ടിൽ ചെല്ലാൻ. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞാൻ കാണാം. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ ചെറുക്കൻ്റെ രൂപമൊക്കെ മാറി കേട്ടോ. ഇവിടുത്തെ അമ്പലത്തിൽ വന്നു മാലയൊക്കെ ഇട്ടു. വെറ്റമാല കെട്ടി വീശയൊക്കെ വെച്ചു കേട്ടോ. മാലയുടെ ഫുള്ള് മാല കേട്ടോ. അപ്പോൾ ഇപ്പം നിൽക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മണ്ടക്കാടാണ് നിൽക്കുന്നത്. വണ്ടി വേസ്റ്റ് ഇവിടെ പാർക്കിങ്ങിൽ കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് ഇവിടെ എന്ന് പറഞ്ഞാൽ പൊങ്കാല നടക്കുന്ന സ്ഥലമാണ്. ഇല്ലാണോ? ഡെയിലി എല്ലാ ദിവസവും ഉണ്ട് പൊങ്കാല മഹോത്സവം വർഷത്തിൽ ഉണ്ട്. അല്ലാതെ എല്ലാ ദിവസവും ഇവിടെ വന്ന് പൊങ്കാല അർപ്പിക്കാം. എല്ലാ ദിവസവും ഭയങ്കര വിശ്വാസമാണ് പൊങ്കാല. എന്താ ഇവിടെ എല്ലാവരും ഇവിടെ ഒരുപാട് അടുപ്പും കാര്യങ്ങളും. ഡെയിലി പൊങ്കാലയുള്ളൊരു അമ്പലം തമിഴ്നാട്ടിലല്ലേ? മണ്ടക്കാട്. കേരളത്തിലെ താന്ത്രിക പ്രകാരമുള്ള പൂജയാണ് ഈ അമ്പലത്തിൽ നടക്കുന്നത്. ഇവിടുന്ന് ഇനി ഏകദേശം എത്ര ഇതോട്ട് വേണം കേരളത്തിലായിട്ട്? നമുക്ക് കുറച്ചല്ലേ? കുറച്ചേ ഉള്ളൂ. ഇനിയിപ്പോൾ അവിടെ അപ്പുറത്ത് മാർത്താണ്ഡത്തിൽ നിന്ന് കളിക്കാവുള്ള ഒരു ഏകദേശം ഒരു 3/4 മണിക്കൂർ ഓടി കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലെത്തും. ഇപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് വിട്ടു പോയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ആറ്റുകാലേക്ക് എത്താൻ പോവുകയാണ്. ഉണ്ണിസാറിന്റെ സൈഡ് പറയാൻ ചാച്ചു വണ്ടി പറപ്പിക്കുന്നു. പൊങ്കാലയുടെ 25-ാം തീയതി ഇതിലെ വണ്ടി കയറിക്കൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. പാലത്തിന്റെ അവിടെ തിരക്ക് വരുന്ന ഹൈവേയിലാണ്. അരമണിക്കൂർ കൊണ്ട് ഇവിടെ ക്ലീൻ ആവും. പരിപാടികളെല്ലാം തുടങ്ങിയ ആദ്യം അതുപോലെ തന്നെ നമ്മുടെ പല സബ്സ്ക്രൈബർമാരും ചോദിച്ചായിരുന്നു എന്നോട് ടാറ്റ എങ്ങനെയുണ്ട്, ലൈലാൻഡ് ആണോ ടാറ്റയാണോ, ചേട്ടൻ ടാറ്റയല്ലേ ഇപ്പോൾ ഓടിക്കുന്നതെന്നൊക്കെ. അപ്പോൾ നമ്മൾ ലൈലാൻഡ് ടാറ്റ അതിലല്ല നോക്കുന്നത്. നമ്മൾ വണ്ടിയുടെ പെർഫോമൻസ് നോക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വണ്ടിയെ സ്നേഹിക്കുന്നുണ്ട്. വണ്ടിയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടാറ്റ ആയാലും ലൈലാൻഡ് ആയാലും എല്ലാം ഒരുപോലൊക്കെ തന്നെയാണ് അല്ലേ? അങ്ങനല്ലേ? നമുക്ക് അങ്ങനെ വേറെ തിരിവും വ്യത്യാസമൊന്നുമില്ല. ടാറ്റ ഓടിക്കുന്നതിന് വേറെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും തോന്നുന്നില്ല കേട്ടോ. പൊളിയാണ്. ഒരുപാട് പേരെന്നെ ചോദിച്ചായിരുന്നു. ഇവിടെ ആളെ ഇറക്കട്ടെ ഞങ്ങൾ കേട്ടോ. ഇങ്ങനെ നമ്മൾ 4-5 ദിവസത്തെ ട്രിപ്പ് കഴിഞ്ഞ് നാട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തർക്കായിട്ട് ആൾക്കാരെ ഇങ്ങനെ ഇറക്കി നമ്മൾ ലാസ്റ്റ് സെക്കൻഡ് ലാസ്റ്റ് സ്പോട്ടിലോട്ട് പോകാം. ലാസ്റ്റ് സ്പോട്ട് എന്ന് പറഞ്ഞാൽ ഹരിപ്പാട്ട്. നമ്മൾ അവിടെ തന്നെയാണ് ആളെ ഇറക്കേണ്ടത്. മരപ്പട്ടി തോന്നുന്നുണ്ട്. അപ്പം നമ്മൾ ഇവിടെ നേരുന്ന ആളെ എടുത്ത ഈ അമ്പലത്തിൻ്റെ അവിടെ ഈ റോഡിൽ ഒതുക്കണ്ട. ചാച്ചത് കുക്കറൊക്കെ ആയിട്ട് പറപ്പിക്ക് വരും തിരുവനന്തപുരത്ത്.
തുറക്ക്. നമ്മുടെ കഴിഞ്ഞല്ലേ പരിപാടി? നമ്മുടെ 4 ദിവസത്തെ ട്രിപ്പ് അങ്ങനെ വളരെ ഭംഗിയായിട്ട് അവസാനിച്ചിരിക്കുകയാണ്. എല്ലാവരും നല്ല പ്രതികരണമാണ്. അപ്പോൾ ഇനിയെന്ന് പറഞ്ഞാൽ നേരെ നമുക്ക് ആളെ ഇറക്കിയിട്ട് നേരെ നമ്മൾ ഷെഡിൽ പോവാം. ഷെഡിൽ പോയിട്ട് വേണം ക്ലോസ് ചെയ്യാനല്ലേ? നാളെ ഉള്ളു. കൊണ്ടിടുക, പോയി കിടന്ന് ഉറങ്ങുക. അപ്പോൾ അടുത്ത ട്രിപ്പ് ഉടനെ തന്നെ ഉണ്ട്. ശേഷം ബാക്കി ലൈനിൽ കാണാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളെ കമൻറ്റ് രൂപത്തിൽ രേഖപ്പെടുത്തുക. പിന്നെ എന്ത് ആവശ്യത്തിനും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അതായത് നമ്മുടെ ഈ ഹരിപ്പാട് ഏരിയയിൽ നിങ്ങൾ ഈ തിരുവനന്തപുരം ആലപ്പുഴ ഭാഗത്ത് എവിടെ വണ്ടിയിൽ പോകുന്നവരായാലും ഏത് സമയത്തും വേണമെങ്കിൽ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഞാൻ വീഡിയോയ്ക്ക് അടിയിലിടുന്നുണ്ട്. എന്ത് ആവശ്യത്തിന് എപ്പോഴും വിളിക്കാനാണ്. പാക്കേജ് സംബന്ധമായ കാര്യത്തിന് എൻ്റെ പേഴ്സണൽ നമ്പറാണ് ഇതിനകത്ത് കിടക്കുന്നത്. അതിൽ വിളിച്ചാൽ മതി. കാര്യങ്ങളെല്ലാം നമ്മൾ ഡീൽ ചെയ്ത് തരുന്നതായിരിക്കും. പുതിയ മാറ്റങ്ങളല്ലേ, പുതിയ മാറ്റങ്ങളും പുതിയൊരു ചെവിടുവെപ്പിലേക്ക് ഞങ്ങൾ കിടക്കാൻ പോവാണ്. അപ്പം ഏതാ വണ്ടി എന്താ വിശേഷങ്ങൾ നമ്മൾ അടുത്തൊരു ഷോർട്സ് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം പിന്നെ കാണുന്നിടം വരെ ടാറ്റ. നമസ്കാരം.